നമ്മുടെ മാർക്കറ്റ് അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നലെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള പോലെ പ്രോപ്പറായിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ കറക്ഷൻ വരുത്തിയിട്ടുണ്ടായിരുന്നു അല്ലെ. 15 മിനിറ്റിന്റെ കണ്ടീഷൻ, അതുപോലെ 1 അവറിന്റെ കണ്ടീഷൻ. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ കറക്ഷൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. സോ അതിൽ എഗെയിൻ ഇന്നും മാർക്കറ്റിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു പ്ലാൻ ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള ബൈയിങ് സോണിൽ നിന്ന് മേജറായിട്ടുള്ള ടാർഗറ്റ് പ്രോപ്പറായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അവിടെ എന്ത് ഓപ്പർച്യൂണിറ്റി ആണുള്ളത്, എവിടെയാണ് നമ്മൾ നോക്കുന്ന എൻട്രി ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ട് നമുക്ക് അവിടെ എന്താണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്, ഇന്ന് നമ്മുടെ എൻട്രി മെത്തേഡ് നമ്മൾ കഴിച്ച് പഠിച്ച പോലെയുള്ള എൻട്രി മെത്തേഡിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതുപോലെ തന്നെ അടുത്ത ദിവസത്തിലേക്കുള്ള പ്ലാൻ ഇനിയും കുറച്ചധികം പൊടിച്ചേണ്ട ആവശ്യമുണ്ട്. കാരണം ക്യാരക്ടർ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തിട്ടുണ്ട് മാർക്കറ്റിന്റെ. സോ സ്റ്റോക്കിലും ചേഞ്ചസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. സോ അധികം പറഞ്ഞ് വലിച്ചിടുന്നില്ല, നേരെ വീഡിയോയിലേക്ക് വരാം. സോ ഇതാണ് നമ്മൾ ഇന്നലത്തെ ദിവസത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്ലാൻ. നമ്മുടെ ഹൈ ടൈം ഫ്രെയിം പ്ലാൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെയാണ് നമ്മൾ ബ്രേക്ക് ഔട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ നമ്മൾ ഇതാണ് നമ്മളുടെ അടുത്തൊരു കീ ലെവലായിട്ട് കൺസിഡർ ചെയ്യുക. പക്ഷെ നമ്മൾ ഇവിടെയാണ് ഒരു ബ്രേക്ക് ഔട്ട് എടുക്കുക. 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. ഇതാണ് നമ്മൾ ഹൈ ടൈം ഫ്രെയിം പ്ലാൻ എടുത്തിട്ടുണ്ടായിരുന്നത് അല്ലേ. സ്റ്റേഫ് പ്ലാൻ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ്. ഇവിടെ പ്രോപ്പറായിട്ട് ബ്രേക്ക് ഔട്ട് കിട്ടിയോന്ന് വെച്ചാൽ യെസ്, ഇവിടെ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയതുപോലെ തന്നെ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു കാര്യമുണ്ട്, പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ നമുക്ക് വേണം എന്നുള്ളൊരു കാര്യം അല്ലേ. ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഞാൻ എല്ലാം ഒന്ന് റിമൂവ് ചെയ്യണേ. യെസ്, എല്ലാം ഒന്ന് റിമൂവ് ചെയ്യാണ് നമ്മുടെ ബൈസോ. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് എന്തായാലും എങ്ങനെയാണ് മാർക്കറ്റ് റിയാക്ട് ചെയ്തത് എന്നുള്ളത് നോക്കാം. നമ്മുടെ ഈ ഒരു പ്ലാനിൽ എങ്ങനെയാണ്, ഇതായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞത്. സോ ഇവിടെ നമ്മൾ പല കേസസ് നോക്കിയിട്ടുണ്ടായിരുന്നു. നോക്കിയേ, ഇവിടെ പ്രോപ്പറായിട്ട് നമ്മൾ ഇന്നലെ പ്ലോട്ട് ചെയ്ത് വെച്ചത് കണ്ടോ. ഇവിടെ ഇന്നലെ കൺഫർമേഷൻ തന്നിട്ടാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഒരു ഗ്യാപ്പ് ഡൗണിലോ അല്ലേ, ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു മാർക്കറ്റ്. അതിനുശേഷം മാർക്കറ്റ് കറക്റ്റ് നമ്മളുടെ ഇങ്ങോട്ട് വന്നു 15 മിനിറ്റിന്റെ ഡിമാൻഡ് നമ്മൾ പറഞ്ഞ ബൈയിങ് ലെവലിലേക്ക് വന്നിട്ടാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, പുഷ് ചെയ്തിട്ടുള്ളത് അല്ലേ. നോക്കിക്കേ കണ്ടോ. അതിനുശേഷം കറക്റ്റായിട്ട് ടാപ്പ് ചെയ്തു, കറക്റ്റ് ഓബിൽ ടാപ്പ് ചെയ്തിട്ടാണ് മാർക്കറ്റ് പോയിട്ടുള്ളത്. നമുക്ക് എന്തായാലും 1 മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്തിട്ട് എങ്ങനെയാണ് റിയാക്ട് ചെയ്തത്, അവിടെ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ ബേസ് ചെയ്ത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ എൻട്രി ബേസ് ചെയ്തിട്ട് ഏതെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കാം. ഇവിടെ നോക്കാന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ അഡ്വാൻസ്ഡ് ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഒരു എൻട്രി ഉള്ളത്. ഞാൻ അതിലേക്ക് പോകുന്നില്ല. അഡ്വാൻസ് SMC ബേസ് ചെയ്തിട്ടാണുള്ളത്. നോർമലി നമ്മൾ പഠിച്ച ബേസിക് ആയിട്ടുള്ള കാര്യം ബേസ് ചെയ്തിട്ട് നമ്മൾ നോക്കിയ കണ്ടീഷനിലുള്ള എൻട്രി ഇവിടെ ഇല്ല. കാരണം എന്താ, ഇവിടെ ഇപ്പോൾ പ്രോപ്പറായിട്ട് ഇവിടെ നമുക്കൊരു കണ്ടിന്യൂഷൻ നോക്കാം. ഡേ ഹൈ ബ്രേക്ക് ചെയ്തു. സോ ഇവിടെ എൻട്രി നമുക്ക് നോക്കാനാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു എൻട്രി ഉണ്ടായിരുന്നു. ഞാൻ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ ഇക്വിലിബ്രിയം ബേസ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഓക്കെ കണ്ടോ, എന്നൊരു പ്ലാൻ, ഈ ഒരു പ്ലാനിലേക്ക് നമുക്കൊരു എൻട്രി, നമ്മൾ പറഞ്ഞ എൻട്രി മോഡലിൽ എൻട്രി ഉണ്ടായോ എന്നുള്ളത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യണം അല്ലേ. ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായ ലെവല്. സോ ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് ടാപ്പ് ചെയ്തു. ഇവിടുന്ന് ബൈയിങ് സ്റ്റാർട്ട് ചെയ്യും. ഡയറക്റ്റ് നമുക്ക് ഈ രീതിയിൽ എൻട്രി എടുക്കാം ബൈയിങ് ലെവൽ അല്ലേ. ഈ ഒരു രീതിയിൽ നമുക്ക് എൻട്രി പ്ലാൻ ചെയ്യാം 15 മിനിറ്റിൽ. അപ്പോൾ SL കുറച്ച് കൂടുതലായിരിക്കും. എന്നിട്ട് നമുക്ക് ഈ ലെവൽ പിടിക്കാം. ഒരു 1:3 ഉണ്ട് റിസ്ക് റിവാർഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എൻട്രി നമുക്ക് നോക്കാവുന്നതാണ് ഡയറക്റ്റ് 15 മിനിറ്റിന്റെ ഡിമാൻഡ് സോൺ ആയതുകൊണ്ട് കേട്ടോ. എഗെയിൻ മാർക്കറ്റ് ഇവിടെ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് നോക്കാം. യെസ്, മാർക്കറ്റ് ഹൈ ക്രിയേറ്റ് ചെയ്തു. ഫൈൻ ഹൈ ക്രിയേറ്റ് ചെയ്തു. യെസ്, അപ്പോൾ ഇങ്ങനെ ഒരു സിനാരിയോ വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇക്വിലിബ്രിയം നോക്കാം അല്ലേ. ഇക്വിലിബ്രിയം നോക്കുകയാണെങ്കിൽ ഇവിടെ വരെ വരണം മാർക്കറ്റ്. സോ അങ്ങോട്ടേക്ക് മാർക്കറ്റ് ഇന്ന് വന്നു. നല്ല രീതിയിലൊരു കൺസോളിഡേഷൻ മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു. യെസ്, അതിന് ശേഷമാണ് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുള്ളത്, മൂവ് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഇക്വിലിബ്രിയത്തിലേക്ക് മാർക്കറ്റ് വന്നിട്ടില്ല. സോ ഇവിടെ നമുക്കൊരു ബ്രേക്ക് ഔട്ട് കൺസിഡർ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതിനുശേഷം നമുക്ക് എഗെയിൻ നമ്മുടെ ടാർഗറ്റ് ലെവലിലേക്ക് ഓൾറെഡി മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. സോ നമുക്കിന്ന് പ്രോപ്പറായിട്ട് ഇവിടെ എന്ത് കിട്ടിയിട്ടില്ല, ഒരു പ്ലാൻ കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. പ്രോപ്പറായിട്ട് പ്ലാൻ കിട്ടിയിട്ടില്ല. സോ ഇവിടേക്ക് നമുക്ക് വന്നത് ഒറ്റ ബ്രേക്ക് ഔട്ടാണ്. അതിൻ്റെ റീടെസ്റ്റ് എൻട്രി കിട്ടിയാൽ നമുക്ക് ഇങ്ങോട്ട് ടാർഗറ്റ് ചെയ്യായിരുന്നു. സോ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ എന്ത് വന്നു, ടാർഗറ്റ് സംഭവിച്ചു, പക്ഷെ നമുക്ക് എൻട്രി കിട്ടിയില്ല അല്ലേ. നമ്മൾ പറഞ്ഞ രണ്ട് മോഡൽ പ്രകാരമുള്ള എൻട്രി ഇന്ന് മാർക്കറ്റിൽ വർക്കിംഗ് ആണോ, അല്ല. സോ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല. മാർക്കറ്റ് നാളെ അവിടെ തന്നെ ഉണ്ട്. നമ്മൾ ഏത് സിസ്റ്റമാണോ ഫോളോ ചെയ്യുന്നത്, ഇപ്പം നമ്മൾ രണ്ട് സിസ്റ്റമാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം 2 സിസ്റ്റം വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും ദിവസം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു സിസ്റ്റം 100 സ്ട്രാറ്റജീസിൻ്റെ പുറകെ 100 കൺസെപ്റ്റ് ICT, SMC, SNR ഇങ്ങനെയുള്ള 100 കൺസെപ്റ്റിൻ്റെ പുറകെ പോകാതെ ഏതെങ്കിലും ഒരു കൺസെപ്റ്റിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുക, അതിൽ നിങ്ങൾ മാസ്റ്റർ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. മനസ്സിലാവും? ഇതേപോലത്തെ സിനാരിയോസ് ഉണ്ടാവും. നമ്മൾ ഏതാണോ ഫോളോ ചെയ്യുന്ന മെത്തേഡ്, നമ്മൾ ഇക്വിലിബ്രിയം മെത്തേഡും അതേപോലെ ഡിമാൻഡാണ് നോക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഡിമാൻഡിലേക്ക് ഇക്വിലിബ്രിയത്തിലേക്കോ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടില്ല, വന്നിട്ടില്ല. അതിന് ശേഷം നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ട്രെൻഡ് റിവേഴ്സൽ മാർക്കറ്റ് തന്നു, യെസ് അല്ലേ. അതിനുശേഷം മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ട് അതിൻ്റെ ഇക്വിലിബ്രിയം നമുക്ക് നോക്കാം എന്താ സംഭവിച്ചെന്നുള്ളത്. യെസ് കണ്ടോ. അപ്പോൾ നമുക്ക് പ്ലാനിലേക്ക് കണ്ടോ, ഇവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഇക്വിലിബ്രിയം തന്നിട്ടുണ്ട്, അവിടെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻട്രി നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. ഇപ്പം എഗെയിൻ മാർക്കറ്റിൽ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നത് ഈ ലോ ആണ്. സോ അങ്ങോട്ടേക്ക് സമയം എടുത്തിട്ടാണെങ്കിലും ടാർഗറ്റ് തന്നിട്ടുണ്ട് അല്ലേ. എഗെയിൻ മാർക്കറ്റ് ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് 1:3.4 അല്ലേ. അപ്പോൾ 1:2 ഒക്കെ നമുക്ക് അതിൽ കളക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ എന്താണ്, ഞാനിത് ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്ത കാര്യം എന്താ, എനിക്കിവിടെ ട്രേഡ് കാണിച്ചു തരാം എന്നുള്ളതല്ല, നമ്മളുടെ പ്ലാനിലേക്ക്, നമ്മൾ എടുക്കുന്ന വ്യൂവിലേക്ക് നമുക്ക് എങ്ങനെ എക്സിക്യൂഷൻ ചെയ്യാം, ഇതാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടുന്ന് താഴേക്ക് വരാമെന്ന് പറഞ്ഞാൽ ഞാനത് പ്ലാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാൻ നമുക്കില്ല. കാരണം എന്താ, ബുള്ളിഷായിട്ട് നിൽക്കുന്ന സിനാരിയോണ്. നമുക്ക് താഴേക്ക് വേണമെങ്കിൽ ഹയർ ടൈം ഫ്രെയിം പ്ലാൻ വേണം. ഹയർ ടൈം ഫ്രെയിമിൽ സ്റ്റിൽ ഇതാണ് നമുക്ക് ഡിമാൻഡായിട്ട് കൺസിഡർ ചെയ്യാം. പക്ഷേ മൊത്തത്തിൽ ഇപ്പോൾ ഒരു ചേഞ്ചസ് മാർക്കറ്റിൽ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പുതിയൊരു HTF പ്ലാൻ എടുക്കാം അല്ലേ. എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ വെറുതെ വന്നിട്ട് ഇവിടെ ഇന്ന ട്രേഡ് ഉണ്ടായി, ഇങ്ങനൊരു ട്രേഡ് ഇവിടെ എടുക്കായിരുന്നു എന്ന് പറയണതിൽ അർത്ഥമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഉള്ളൊരു കാര്യമാണ്, ഇവിടെ ഇക്വിലിബ്രിയം വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ഇവിടെ ഇതിന് ശേഷം ബ്രേക്ക് ചെയ്തപ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, ശരിയാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളത് എല്ലായിടത്തും പോയി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മളുടെ പ്ലാനിലേക്ക് മാത്രം നമ്മളത് ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ പ്ലാൻ പ്രോപ്പറായിട്ട് വന്നു, പക്ഷേ എൻട്രി നമ്മൾ പറഞ്ഞ എൻട്രി മോഡൽസ് ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പോൾ ഞാൻ ബാക്കിയുള്ളതെല്ലാം നമുക്ക് റിമൂവ് ചെയ്യാം. നമുക്കൊന്ന് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് അനലൈസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ. എല്ലാം ഞാൻ ഒന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ 15 മിനിറ്റിൻ്റെ കണ്ടീഷനിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആദ്യം നമുക്ക് 1 ഹവറിൻ്റെ സിറ്റുവേഷൻ അറിയാലോ. 1 ഹവറിൻ്റെ സപ്ലൈ അല്ലേ. 1 ഹവറിലേക്ക് നമുക്ക് തിരിച്ചു വരാം. 1 ഹവറിൽ നിന്നുള്ള റിയാക്ഷനാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യെസ്, ഇതാണ് 1 ഹവറിൻ്റെ സപ്ലൈ. ഈ ഒരു സപ്ലൈ നിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്, സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇവിടെ നമുക്ക് ഓൾറെഡി 15 മിനിറ്റിൻ്റെ കൺഫർമേഷൻ കിട്ടി. എഗെയിൻ ഇവിടെ എന്ത് ചെയ്യാണ്, ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആണ്. സോ അതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ ഈ ഒരു ലെവലിൽ നല്ലൊരു സെൽ ഓഫ് സോൺ ആണ്. അങ്ങോട്ടേക്ക് മാർക്കറ്റ് വന്ന് ടാപ്പ് ചെയ്തു, അതിനുള്ളിൽ മാർക്കറ്റ് ഇൻറ്റേർണലി മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഇതൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഇന്നലത്തെ അനാലിസിസ് വീഡിയോ കാണാം, നമ്മൾ ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഞാനതാണ് സ്പീഡിൽ പറഞ്ഞോണേ. ഓക്കെ. ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. സോ എഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ ബ്രേക്ക് ഔട്ട് തന്നു. സോ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ പറയുന്ന ലോയിനെ മാർക്കറ്റ് കട്ട് ചെയ്തു അല്ലേ. ഇവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് കിട്ടിയിട്ടുണ്ടോ, യെസ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ അത് മൈന്യൂട്ടായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കണം, എന്നാലാണ് നമുക്കത് പ്രോപ്പർ ബ്രേക്ക് ഔട്ടായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. യെസ് കണ്ടോ, ഇവിടെ പ്രോപ്പറായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്താ വേണ്ടേ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ നടന്നോ, യെസ് നമുക്കിവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. സോ നെക്സ്റ്റ് പ്ലാൻ എന്താണ്, ഇനി അടുത്ത ചേഞ്ച് ഓഫ് ക്യാരക്ടർ കിട്ടിയെന്ന് പറഞ്ഞാൽ കറൻ്റ് മാർക്കറ്റിൽ ആരായിരുന്നു കൺട്രോൾ ചെയ്യണത്, ബയ്യർ ആയിരുന്നു കൺട്രോൾ ചെയ്യണം അല്ലേ. ബയ്യർ ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് വന്ന ഇവിടെ നിന്നാണ്, ഈ ഒരു ഡിമാൻഡിൽ നിന്നാണ്. ഈ ഒരു ഡിമാൻഡിൽ നിന്ന് ആണ് ലാസ്റ്റ് ബ്രേക്ക് ഔട്ട് വന്നത്. യെസ്, ഈ ബ്രേക്ക് ഔട്ട് സോണിനെ കറൻ്റ് എന്താക്കി, ഫെയിലാക്കി. ഒരു ക്യാൻഡിൽ താഴെ ക്ലോസ് ചെയ്തതിൻ്റെ അർത്ഥം എന്താണ്, ഫെയിലായി അല്ലേ. ഇവിടെ ഫെയിലായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പ്ലാൻ നോക്കാം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ള അടുത്ത ടാർഗറ്റ് ലെവൽ എവിടെയാണ്, നമ്മുടെ അടുത്ത ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ലെവലാണേ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക് നോക്കാം. ഇന്നലത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മറക്കണ്ട. അപ്പോൾ 1 ഹവറിൻ്റെ പ്ലാൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതെങ്ങടാ, 1 ഹവറിൻ്റെ പ്ലാൻ എങ്ങടാ, ഇത് കണ്ടോ. 1 ഹവറിൻ്റെ ടാർഗറ്റ് സോൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഷൻ തരാനാണെങ്കിൽ നമുക്ക് ഈ ഒരു ലെവലിലേക്ക്, ഇതൊരു ഇവിടുന്ന് ബൈങ് ഉണ്ടാവുന്നല്ലോ കേട്ടോ, ഈ ഒരു ലെവലിലേക്ക് നമുക്ക് ടാർഗറ്റ് ആയിട്ട് എടുക്കാം 1 ഹവറിൻ്റെ കണ്ടീഷനിൽ കേട്ടോ. 1 ഹവർ ഇവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങോട്ട് വരണം, അതിനിടയിൽ ഒരു റീടെസ്റ്റ് നമുക്ക് ഇവിടെ നോക്കാം. സോ അവിടെ പ്രോപ്പറായിട്ട് കൺഫർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ കീ ലെവലായിട്ട് എടുക്കുക, ഇവിടെയാണ്, ഇതാണ് അല്ലേ. ഇതൊക്കെ ഓൾറെഡി ഗ്രാബ് ചെയ്തു, ഈ രണ്ടും മാർക്കറ്റിൽ നിന്ന് ടാർഗറ്റ് ചെയ്തു. യെസ് കേട്ടോ, ഇവിടെ ഓൾറെഡി ഇതും ടേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇനിയുള്ളത് എവിടെയാണ്, ഇനിയുള്ളത് ഈ ഒരു കീ ലെവലിലേക്കാണ് അല്ലേ. ഇവിടെ നോക്കുന്ന സമയത്ത് നമുക്കിനി വേണ്ടത് പ്രോപ്പർ മാർക്കറ്റിൽ ഒരു കൺഫർമേഷൻ എടുത്തിട്ട് നമുക്ക് ഈ വന്ന പുഷിൻ്റെ ഇവിടെ ഒരു കീ ലെവൽ ഉണ്ട്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് എന്ത് ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട്, മേളിലേക്ക് വരാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ. കാരണം എന്താ,
ഇവിടെ ഒരു പ്രോപ്പർ ഇംബാലൻസും ഒരു ഒബിയൊക്കെ നമുക്ക് ഇവിടെ കൺസിഡർ ചെയ്യാം. ഇവിടെ നിന്ന് മാർക്കറ്റിലൊരു ഇതൊരു കീ ലെവലായിട്ട് എടുക്കാം. ഇവിടെ നിന്ന് ഒരു ബൈയിങ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന് വെക്കുക, ഉണ്ടെങ്കിൽ മാത്രം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഒരു പ്ലാൻ നോക്കാനാണെങ്കിൽ ടോട്ടലി വന്നിട്ടുള്ള ഈ പുഷിൻ്റെ ഇക്വിലിബ്രിയം നോക്കുകയാണെങ്കിൽ ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ അല്ലേ. നമുക്ക് ഹൈ ടൈം ഫ്രെയിം പ്ലാനിൻ്റെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു കൺഫർമേഷൻ വേണേൽ നമുക്ക് എപ്പോഴാണോ റിവേഴ്സ് ആവുക അവിടെ ആണെങ്കിൽ ഇത് നോക്കാം. ഇത് ഫസ്റ്റ് സെൽ ഓഫ് സോൺ ആണ്. ഫസ്റ്റ് നമുക്ക് സെല് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നോക്കാൻ പറ്റിയൊരു സോണാണ് ഈ പറയുന്ന സോൺ. ഓക്കെ, ഇത് അതിൻ്റെ ഒരു ഇക്വിലിബ്രിയാണ്, ഈ വന്നേക്കണ പുഷിൻ്റെ ഇക്വിലിബ്രിയാണിത്. എഗെയിൻ നമുക്ക് ഇവിടെ ഒരു സോൺ നോക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ സപ്ലൈ. കറൻ്റ്ലി സപ്ലൈ ആണ് കൺട്രോൾ ചെയ്യണത്, മനസ്സിലായല്ലോ. ഇക്വിലിബ്രിയം നമുക്ക് ബ്ലൂ കൊടുക്കാം, ഇതാണ് സപ്ലൈ സോൺ. ഓക്കെ, ഈ ഒരു സപ്ലൈ ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പം നിൽക്കുന്ന സോണിൽ നിന്ന് ഒരു റിവേഴ്സൽ കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന ലെവലിലേക്ക് പോകാം. കണ്ടിന്യൂഷൻ ടാർഗറ്റ് ഇവിടേക്ക്. പക്ഷെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ലെവലിൽ റിസ്ക് റിവാർഡ് എടുത്ത് എക്സിറ്റ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇത് ഫസ്റ്റ് കണ്ടീഷൻ. സെക്കൻഡ് പ്ലാൻ എന്ന് പറഞ്ഞാലോ, ഇനി ഇവിടെ നിന്നും മാർക്കറ്റ് മേളിലേക്ക് പോകാനുള്ള കാര്യമാണെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് നിങ്ങൾക്ക് എഗെയിൻ താഴേക്ക്. അപ്പോഴും ഇവിടെ ഫസ്റ്റ് ഡി പി പ്ലാൻ ചെയ്യാം. ഫസ്റ്റ് ഡി പി അല്ല, മെയിൻ ടാർഗറ്റ് പോയിന്റിലേക്ക് നിങ്ങൾ അത് ഫോക്കസ് ചെയ്യുക. ഇങ്ങോട്ടേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോക്കണം ഞാൻ പറയണില്ല, അങ്ങനെയാണെങ്കിൽ മാത്രം. സോ ഇവിടെയാണ് ലാസ്റ്റ് ഒരു ബൈയിങ് നടന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ ഒരു സ്വിങ് ബ്രേക്ക് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് ഒരു ഡിമാൻഡ് ഉണ്ടായിട്ടുള്ളത്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട്. അപ്പോൾ ഇത് രണ്ടും ടേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് മാത്രം ഇതിലേക്കാണ് ടാർഗറ്റ് ചെയ്യാനുള്ളത്. സോ ഇവിടെ നിന്നായിരിക്കും ചിലപ്പോൾ ഒരു പുൾ ബാക്ക് ഉണ്ടാവുക. അപ്പോൾ അങ്ങോട്ടേക്ക് നാളെ ഡയറക്റ്റ് ഒന്ന് പുഷ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഫിബ് വെച്ച് നോക്കാം. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ഞാൻ ഇതാ പറയണത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് കൺഫർമേഷൻസ് നമ്മൾ നോക്കേണ്ടത്, ഇക്വിലിബ്രിയം വെച്ച് ഞാൻ സംസാരിക്കാം. 15 മിനിറ്റ് ഉള്ളിൽ ഇക്വിലിബ്രിയം ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു സോണിൽ ഇവിടെ എന്ത് വേണം, ഇവിടെ നമുക്ക് മേളിലേക്ക് നോക്കണമെങ്കിൽ റിസ്ക് എൻട്രി ആണ്. ഇവിടെ നമുക്കൊരു LTF കൺഫർമേഷൻ വേണം. ഇനി അപ്സൈഡിൽ നിന്ന് താഴേക്ക് നോക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഇവിടെ നമുക്കൊരു LTF കൺഫർമേഷൻ വേണം. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും LTF കൺഫർമേഷൻ നോക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് ഉണ്ടാവില്ല, കൺഫർമേഷൻ എടുത്ത് കയറുന്നതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വിലിബ്രിയത്തിലൊന്നും നഷ്ടസാധ്യത ഉണ്ടാവില്ല, നഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളത് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് മാത്രം കയറിയാൽ മതി, വെറുതെ ചാടിയൊന്നും അവിടെ എൻട്രി കയറണ്ട. ഓക്കെ, ഇതാണ് നമ്മുടെ കറൻ്റ്ലി ഉള്ള പ്ലാൻ എന്ന് പറഞ്ഞാൽ. നമുക്കിനി 1 മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്തിട്ട് സ്റ്റാറ്റസ് എടുത്ത് നോക്കാം. 1 മിനിറ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ഒരു ബ്രേക്ക് ഔട്ടായിട്ട് പറയാൻ വേണ്ടി പറ്റും. നോക്കാം, നമുക്ക് എന്തായാലും 3 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. യെസ്, നമുക്ക് നാളത്തെ കണ്ടീഷനിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് നോക്കാം. അഗ്രസീവായിട്ട് എന്തെങ്കിലും ഒരു അപ്ഡേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. ഇവിടെ ഒരു കീ ലെവലാണ് നിൽക്കുന്നത് കറൻ്റ്. നോക്കാം ഇവിടെ എങ്ങനെ റിയാക്ട് ചെയ്യാന്നുള്ളത് നോക്കാം. ഇപ്പോൾ കറൻ്റ് കൺസോളിഡേറ്റ് അല്ലേ, ഇവിടെ നിന്ന് ഒരു അഗ്രസീവ് പുഷിന് ശേഷം അവിടെ 1 മിനിറ്റിലാണെങ്കിൽ റേഞ്ചാണ്, 3 മിനിറ്റിലാണെങ്കിൽ റേഞ്ചാണ്, 1 മിനിറ്റിലാണെങ്കിൽ റേഞ്ചാണ്. അപ്പോൾ ഇവിടെ ഒരു അപ്സൈഡിലേക്കുള്ള മൂവ്മെൻറ്റ് നമുക്ക് കിട്ടണം. മേളിലേക്കുള്ളത് കൂടുതലും റിസ്ക് എൻട്രി ആയിരിക്കും. നിങ്ങളിപ്പോൾ താഴേക്കുള്ള എൻട്രി പ്ലാൻ ചെയ്യുന്നതാണ് ബെറ്റർ, മനസ്സിലായി. ഈ ഒരു റേഞ്ചിൽ നിന്ന് താഴേക്ക് കൺഫർമേഷൻ എൻട്രി നോക്കുന്നത് നല്ലതെന്നാണ് എനിക്ക് തോന്നണേ. നമുക്ക് നോക്കാം എന്തായാലും എങ്ങനെയാവും എന്താവും എന്നുള്ളത് നമുക്ക് അടുത്ത ദിവസത്തിൽ അപ്ഡേറ്റ്സ് ചെയ്യാൻ. എന്തായാലും ലൈവായിട്ട് നിങ്ങൾക്ക് ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നോർമലി ടെലിഗ്രാമിൽ നടത്തുന്ന പോലെ തന്നെ ഒരു സൂം മീറ്റിംഗ് വെച്ചിട്ട് നമുക്ക് അവിടെ നോക്കാം. അവൈലബിലിറ്റി നോക്കിയിട്ട് ഞാൻ അവൈലബിൾ ആണെങ്കിൽ എന്തായാലും സൂം മീറ്റിംഗ് ആയിട്ട് തന്നെ നമുക്ക് പോകാം. അല്ല പുറത്താണ് വേറെ എന്തെങ്കിലും പരിപാടിയാണെങ്കിൽ ചാർട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാമല്ലോ എന്തായാലും. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി ഇതാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ. വേറെ കാര്യമായിട്ട് ബാങ്ക് നിഫ്റ്റിയിൽ പ്ലാൻ ചെയ്യാനൊന്നുമില്ല. കറൻ്റ് പറയാനാണെങ്കിൽ ഇത് 2 ലെവൽസാണ്. ഓൾറെഡി നമ്മൾ ഇന്ന് പറഞ്ഞ ലെവൽ ഫെയിൽ ആയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഓക്കെ ഫൈൻ, നമുക്ക് നോക്കാം നാളത്തെ കാര്യം എന്താവും എന്നുള്ളത് നോക്കാം. നല്ലൊരു പ്ലാനാണ് എന്തായാലും. ഇവിടെ കിട്ടുകയാണെങ്കിൽ താഴത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല പ്ലാൻ. അപ്പോൾ നമുക്ക് ഇവരെയും കൂടെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് നോക്കണം. നമുക്ക് നിഫ്റ്റിയിലേക്കൊന്ന് തിരിച്ചു വരാം. കണ്ടോ, നിഫ്റ്റി നമ്മൾ പറയുന്നതിൻ്റെ അപ്പുറത്തേക്കും ഒരു കഥയില്ല അല്ലേ. നമ്മളിവിടെ നിന്ന് പറഞ്ഞത് എന്താ, കണ്ടിന്യൂഷൻ ഈ ഒരു സോൺ അല്ലേ. ഈ ഒരു സോൺ ഡേയ്സ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് റിജക്ഷൻ വരികയാണെങ്കിൽ LTF കൺഫർമേഷൻ തരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മേളിലേക്ക് നോക്കാം. കണ്ടോ, ഈ ഒരു പ്ലാനാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം. ഇതിന് ശേഷം അടുത്തൊരു ബൈയിങ് സോൺ നമ്മൾ എവിടെയാണ് പറഞ്ഞത്, ഇവിടെ. ഇതിൻ്റെ ഒരു ഇക്വിലിബ്രിയത്തിലാണ് നമ്മൾ എൻട്രി പ്ലാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് റിമൂവ് ചെയ്യണേ, പഴയ പ്ലാൻസ് എല്ലാം ഞാൻ മാറ്റാണ്. ഇതൊക്കെ ടാർഗറ്റ് എത്തിയിട്ടുണ്ട്. നിഫ്റ്റിയുടെ കണ്ടീഷനിൽ നോക്കാന്നുണ്ടെങ്കിൽ 15 മിനിറ്റിൽ റിവേഴ്സ് ആയിട്ടില്ല. കണ്ട, ഈ ബൈയിങ് സോണിലേക്ക് കറക്റ്റായിട്ട് വന്നിട്ട് നല്ലൊരു ബൈയിങ് കണ്ടിട്ടാണ് അല്ലേ, നല്ലൊരു ബൈയിങ് തന്നിട്ടാണ് നിഫ്റ്റി നിൽക്കുന്നത്. വേറെ കാര്യമായിട്ട് നിഫ്റ്റി ഒന്നും ചെയ്തിട്ടില്ല. നിഫ്റ്റിയിൽ ഇപ്പോൾ ഒരു പ്ലാൻ നോക്കുകയാണെങ്കിൽ ഞാനിപ്പോഴും പറയണത് ഇവിടെ നിന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതൊന്ന് ക്രോസ് ചെയ്യണം. നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന കണ്ടീഷൻ അനുസരിച്ചിട്ട് ഇവിടെ ത്രൂ ഔട്ട് താഴേക്ക് വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് മാർക്കറ്റ് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു നോക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് എന്തായാലും പ്ലാൻ ആക്കാം.
അപ്പോൾ നിഫ്റ്റി ഏകദേശം ഇന്ന് എത്ര പോയിന്റാണ് റാലി ചെയ്തിട്ടുള്ളത്, താഴേക്ക് ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്? ടോട്ടലി നോക്കുകയാണെങ്കിൽ 0.83% നിഫ്റ്റി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഈ ഒരു ബൈങ് സോണിലാണ് ഉള്ളത്. നാളെ ഇപ്പോൾ നോക്കാനാണെങ്കിൽ ഇവിടെ നമുക്കൊരു ഓപ്പർ മേ ബി ആ ഒരു ഗ്യാപ് ഡൗൺ വന്ന് 15 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് താഴെ കിട്ടുകയാണെങ്കിൽ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ ഇതുപോലത്തെ സെയിം പ്ലാൻ എടുക്കാം. പക്ഷേ നിഫ്റ്റി സ്റ്റിൽ ബൈങ് സോണിലാണുള്ളത്. ബാങ്ക് നിഫ്റ്റി സ്റ്റിൽ ബൈങ് സോണിലല്ല. പക്ഷേ നിഫ്റ്റി ഇവിടെ നിന്ന് ബൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്പോൾ നമുക്ക് ആ ഒരു കോർഡിനേഷൻ എന്തായാലും കറക്റ്റ് ആവും. നിഫ്റ്റിയിൽ നമുക്ക് ഒരു ഇന്റേണൽ സ്ട്രക്ചർ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കാരണം ഇന്റേണൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഇവിടെ കാണാം. അപ്പോൾ ഇതിന് ശേഷം എഗെയിൻ ഒരു ഇക്വിലിബ്രിയം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ലെവൽ കണ്ടോ, ഈ ഒരു ലെവൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ബാങ്ക് നിഫ്റ്റി ആയിട്ട് ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ നല്ല ഇംബാലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഈ ഒരു കണ്ടീഷൻ ബേസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ നാളെ പ്ലാൻസ് നോക്കുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെ ഒരു പ്രോപ്പറായിട്ട് നമുക്ക് നിഫ്റ്റിയിൽ പറഞ്ഞിട്ടുള്ളത് പ്രകാരം നമുക്ക് വേണ്ടത് ഈ 2 ടാർഗറ്റ് ലെവലാണ്. നമ്മുടെ ഫസ്റ്റ് പ്ലാൻ പ്രകാരം ഇവിടെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനി ഇതിനെ ബ്രേക്ക് ചെയ്ത് ശരിക്കും താഴേക്ക് വരണം. സോ ഇവിടെ നിന്ന് ഒരു ബൈങ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ 2 ലെവൽ ടാർഗറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ബാങ്ക് നിഫ്റ്റിയുടെ കോർഡിനേഷൻ എല്ലാം ഓക്കെ ആവും. 1 അവറിൻ്റെ പ്ലാൻ്റെ കണ്ടിന്യൂഷൻ ആവും. അപ്പോൾ അതിലേക്ക് സ്വിച്ച് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ പറയുന്ന കണ്ടിന്യൂഷൻ കിട്ടാത്തവർ, മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ ഒരു 3 ദിവസം മുമ്പത്തെ അനാലിസിസ് മുതൽ തുടങ്ങണം. എന്നാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ കിട്ടുള്ളൂ. കാരണം നമ്മളിത് 3 ദിവസം മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് ഈ പറയുന്ന ലെവലിൽ നിന്ന് ഇങ്ങോട്ടുള്ള ടാർഗറ്റും ഇവിടെ നിന്ന് ഈ പറയുന്ന ടാർഗറ്റിലേക്കും. പക്ഷെ അതിനുള്ളിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചേഞ്ചസ് മാർക്കറ്റ് ഉണ്ടാക്കുന്ന സിനാരിയോസിൽ നമ്മൾ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നോക്കാം കേട്ടോ. കൺഫ്യൂഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ അധികം പറഞ്ഞ് വലിച്ചു കിട്ടുന്നില്ല. നമുക്ക് എന്തായാലും സ്റ്റോക്സിലേക്ക് പോവാം. സ്റ്റിൽ നമ്മുടെ ആൾക്കാർ ഇവിടെയൊക്കെ തന്നെ അല്ലേ, ICIC ഇവിടെ പയ്യെ ബിൽഡ് ചെയ്യുന്നുണ്ട്, ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ICICയുടെ ഈ ഒരു ലെവൽ തന്നെയാണ് ഇപ്പോഴും നമുക്ക് പറയാനുള്ളത്. സോ ഇതാണ് നമുക്ക് ഡിമാൻഡായിട്ട് എടുക്കാൻ വേണ്ടി പറ്റിയ ഈ ഒരു ലെവലാണ് ഡിമാൻഡ് എടുക്കാൻ ഇക്വിലിബ്രിയം. സോ വേറൊന്നും കാര്യമായിട്ട് ICIC ആണെങ്കിലും ചെയ്തിട്ടില്ല. നമ്മളുടെ ഈ ഒരു ലെവൽ അറിയാലോ, ഇതാണ് നമ്മൾ ICICയുടെ ടാർഗറ്റ് ലെവൽ പറഞ്ഞത്. സോ അതിനുശേഷം താഴേക്കാണ് നമുക്ക് പ്ലാൻ ഉള്ളത്. ഈ ഒരു ഡിമാൻഡിലേക്കാണ് നമുക്ക് പ്ലാൻ ഉണ്ടായിട്ടുള്ളത്. സോ ഇതിനെ ബ്രേക്ക് ചെയ്യുന്നത് വരെ നമുക്കൊന്നും പറയാനില്ല. ICIC ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്ത് ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺ സൈഡിലേക്ക് 1222 എന്നുള്ളത് മേജർ ഇതാണ് കേട്ടോ. ഇതിനെ ബ്രേക്ക് ചെയ്ത കംപ്ലീറ്റ് വി ബുള്ളിഷ്. അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നത് വരെ നമുക്ക് ഈ പറയുന്ന ലെവലിനെ ക്രോസ് ചെയ്ത് ഈ ഒരു ലെവലൊക്കെ ടാർഗറ്റ് ചെയ്യാം. സോ മാർക്കറ്റ് അഗെയിൻ ഈ ഒരു ലെവലിൽ വന്നിട്ട് നാളെ താഴേക്ക് വരാനാണെങ്കിൽ നമ്മളുടെ ആ ഒരു കോർഡിനേഷൻ ഒക്കെ ആയിരിക്കും ബാങ്ക് നിഫ്റ്റി ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ കേട്ടോ. സോ ആക്സിസിലേക്ക് വരുന്ന സമയത്ത് ഇതാണ് നമ്മൾ പറഞ്ഞ പ്ലാൻ. അവിടെ നിന്ന് പ്രോപ്പറായിട്ട് മാർക്കറ്റ് മേളിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. ലോവർ ടൈം ഫ്രെയിമിൽ നമുക്കൊരു ഓക്കെ അപ്പോൾ ഇതും പ്രോപ്പറായിട്ടൊരു മൂവ്മെൻറ്റ് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ICIC വെച്ച് നോക്കുക അല്ല ആക്സസ് പറ്റി നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ, നല്ലൊരു റേഞ്ചിലായിരുന്നു മാർക്കറ്റ് ഉണ്ടായിട്ടുള്ളത് കണ്ടോ. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ തന്നെ കിടന്ന് കൺസോളിഡേറ്റ് നല്ലൊരു അക്യുമുലേഷനാണ്. അതിന് ശേഷം മാർക്കറ്റ് ഒരു മാനിപ്പുലേഷൻ കഴിഞ്ഞൊരു ഡിസ്ട്രിബ്യൂഷൻ ആവാം. അതെന്ന് ഞാൻ പറയുന്നത് ഇതിലൊരു പൈങ്ങി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ലെവലിലേക്ക് കേട്ടോ. നമുക്കിപ്പോൾ ഒരു പ്ലാൻ നോക്കുകയാണെങ്കിൽ താഴേക്ക് കേട്ടോ ഈ ഒരു റേഞ്ചിലേക്ക് മാർക്കറ്റ് വന്നിട്ട് അഗെയിൻ കണ്ടിന്യൂഷൻ ഉണ്ടാവാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാവും എന്താവും എന്നുള്ളത് നമുക്ക് നോക്കാവുന്ന. അപ്പോൾ ഇവിടെ ഞാൻ പറയുന്നത് ആക്സിസ് ബാങ്ക് ഓൾറെഡി ബുള്ളിഷാണ്, മനസ്സിലാവും. കാരണം എന്താ, ഇവിടെ നിന്ന് ഓൾറെഡി ആൾ ബ്രേക്ക് ചെയ്തു കണ്ടോ. ഇവിടെ നിന്ന് ഓൾറെഡി ബ്രേക്ക് ചെയ്തു, ഇതൊറ്റ പുഷാണേ. അതിനുശേഷം ഇതൊക്കെ റേഞ്ചാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ എടുക്കാൻ പറ്റില്ല. ഇതൊറ്റ റേഞ്ചായിട്ട് കൺസിഡർ ചെയ്യാം കണ്ടോ. അങ്ങനെയാണെങ്കിൽ ഇത് ഒറ്റ പുഷാണ്, മനസ്സിലാവും. സ്റ്റിൽ ഈ ഒരു പുഷിൽ റീടെസ്റ്റ് വന്നിട്ടില്ല എന്നർത്ഥം കണ്ടോ. ഇതിൽ റീടെസ്റ്റ് വന്നിട്ടില്ല എന്നർത്ഥം. ഇത് കറക്റ്റ് പുഷാണ്. സോ ഇനി അതിൻ്റെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി നോക്കാം. ബാങ്ക് നിഫ്റ്റി ആയിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ഫൈൻ. ഇതും നമുക്ക് എന്താണ് ഫേവറബിൾ ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാവും ഏതാവും എന്നുള്ളത്. സോ ഇതാണ് കോർഡിനേഷൻ. സോ കോട്ടക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ് കോട്ടക്കിലുള്ളത് അല്ലേ. ഇവിടുന്ന് ഓൾറെഡി ചേഞ്ച് വന്നു, കോട്ടക്ക് സ്റ്റിൽ ബുള്ളിഷായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറൊന്നും തന്നെ പറയാനില്ല. സോ എല്ലാവരും നമ്മളുടെ രണ്ടുപേരും ബുള്ളിഷാണ്. നമുക്കിനി ICICയും HDFCയിൽ നല്ലൊരു ബൈയിങ് കണ്ടിന്യൂഷൻ വന്നാൽ ഓക്കെ ഫൈൻ, നമുക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഏത് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ബുള്ളിഷ് വ്യൂയിലേക്കുള്ള കാര്യങ്ങളും മൊത്തം പ്ലാൻ ചെയ്യാവുന്നതാണ്. സോ ഇപ്പം നമുക്ക് ആ ഒരു 1 അവർ പ്ലാനിലേക്ക് തന്നെ പോവാം. 50-50 കണ്ടീഷനിലേക്കല്ലേ. സോ ഇവിടെ ആരെങ്കിലും ഒരാൾ എവിടെയെങ്കിലും റിയാക്ട് ചെയ്താൽ മതി. കാരണം ഒരാൾ ബൈയിങ് ലെവലിലേക്ക് സ്ട്രോങ് ആയാലും ഒരാൾ സെല്ലിങ് ലെവലിലേക്ക് സ്ട്രോങ് ആയാലും എന്ത് സംഭവിക്കും, മാർക്കറ്റ് താഴേക്ക് വരും. 4 പേരെ നിങ്ങൾ കണക്ട് ചെയ്യാം. HDFC നല്ല സ്ട്രോങ് ബൈയിങ് കാണിച്ചു കഴിഞ്ഞാൽ എങ്ങോട്ട് മാറി, HDFC ICIC ആക്സിസും കോട്ടക്കും ഒരേ ഡയറക്ഷനിലേക്ക് വരും. അപ്പോൾ ഒരു നല്ലൊരു മൊമെൻറ്റം അല്ലെങ്കിൽ നല്ലൊരു വോളിയം മാർക്കറ്റിൽ വന്നോളും ആ ഒരു ഡയറക്ഷനിലേക്ക്, 1 ഡയറക്ഷനിലേക്ക്.
ഇനിയിപ്പോൾ ആക്സിസ് എങ്ങാനും തിരിഞ്ഞാലോ, സെൽ ഓഫ് ഡൗൺ സൈഡിലേക്ക് നല്ലൊരു മൂവ്മെൻ്റ് ആയിരിക്കും, വൺ ഡയറക്ഷൻ മൂവ്മെൻ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ നോക്കാനായിട്ട്. ഇപ്പോൾ എല്ലാവരും കൂടി പുഷ് ചെയ്ത മൂവ്മെൻ്റ് ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത് നല്ലൊരു ട്രേഡ് ആക്കിയിട്ടുള്ളത്. അതേപോലെയുള്ള നല്ല ദിവസത്തിന് വേണ്ടി നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം, അല്ലേ? സോ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ വർക്കൗട്ട് ചെയ്യാം, ഈ പറയുന്ന കാര്യങ്ങൾ വർക്കൗട്ട് ചെയ്ത് അതിന് വേണ്ടി ഒരു സമയം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കാം. പിന്നെ എന്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായാലും ഒരു വെബിനാർ കണ്ടക്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നിങ്ങൾ എങ്ങനെയാണ് നമ്മളിങ്ങനെ ഓവറോൾ ഒരു പ്ലാൻ ഹൈ ടൈം ഫ്രെയിം മുതൽ ലോ ടൈം ഫ്രെയിം വരെ എടുക്കുക എന്നുള്ളതും, നിങ്ങളുടെ സൈക്കോളജി അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഒക്കെ എങ്ങനെ പ്രോപ്പറായിട്ട് നമുക്കവിടെ ഡെവലപ്പ് ചെയ്യാം, നിങ്ങളുടെ കയ്യിലുള്ള ക്യാപിറ്റലിനെ ഏറ്റവും സേഫായിട്ട് എങ്ങനെ യൂസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് എന്നോട് ഇൻട്രാക്ട് ചെയ്യാനുള്ള, നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അവിടെ ഡിസ്കസ് ചെയ്ത് പോവാം. എന്തായാലും വെബിനാർ നല്ല ലെങ്തി സെക്ഷൻ ആയിരിക്കും, സമയം എടുത്തായിരിക്കും കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം അതിലേക്ക് വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ 1 അവർ, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ഇതേപോലെ പറഞ്ഞു തരുന്ന സമയത്താണ് പല കാര്യങ്ങളും ഞാൻ വിട്ടുപോയിട്ടുണ്ടാവും. അതൊക്കെ എനിക്കവിടെ നോട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. നിങ്ങളും 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക ഇതിനു വേണ്ടി. അതേപോലെ എൻട്രി, ഇപ്പോൾ ഒരു ദിവസം എൻട്രി ഇല്ല, ടെൻഷൻ ആവണ്ട, എല്ലാ ദിവസവും എൻട്രി എടുക്കാമെന്ന് വിചാരിച്ച് പല സ്ട്രാറ്റജീസിൻ്റെ പുറകെ പോകണ്ട. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് നോക്കും, നിങ്ങൾക്ക് നല്ല റിസൾട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ സെക്ഷനിൽ. സോ നമ്മുടെ അനാലിസിസ് സെക്ഷൻ ഇതാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവൽസ് പ്ലോട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളിപ്പോൾ എല്ലാ ദിവസവും പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഇഷ്യൂസ് ഉള്ളതെന്ന് ഇമ്പ്രൂവ് ചെയ്യുക. പ്രോപ്പറായിട്ടുള്ള ട്രേഡിംഗ് ചെയ്യണം നിങ്ങൾ കീപ്പ് ചെയ്യുക. നിങ്ങളുടെ പ്രോബ്ലംസ് നിങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക. സോ എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് പ്രോഫിറ്റബിളിലേക്ക് എത്തുക എന്നുള്ളത്. പക്ഷെ നിങ്ങളുടെ എഫേർട്ടാണ് നിങ്ങൾ അതിലേക്ക് എത്തിക്കുക. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ വാച്ച് ചെയ്യുക. റിപ്പീറ്റേഷൻസ്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് ചോദിക്കുക. അപ്പോൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ മാക്സിമം നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ അഭിജിത്ത്, സൈനിങ് ഓഫ്.